ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബീഫ് ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പം ഞാനിത് ഇന്നുണ്ടാക്കിയതല്ല, ഞാൻ ഒരു 3-4 ദിവസം മുന്നേ ഉണ്ടാക്കിയതാണ് കേട്ടോ. എനിക്ക് പനി ആയതുകൊണ്ട് ഞാൻ കുക്കിംഗ് ഒന്നും തുടങ്ങിയിട്ടില്ല. ഇത് നേരത്തെ ചെയ്തു വെച്ച വീഡിയോ ആണ് കേട്ടോ. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഒരു 1/2 കിലോ ബീഫാണ്. 1/2 കിലോ ബീഫിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, ഇത്രയാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ അതിലേക്ക് ഒരു തണ്ട് വേപ്പില, 2 പച്ചമുളക്, ഒരു 6 വെളുത്തുള്ളി അല്ലി അരിഞ്ഞ് 2ആയിട്ട് പൊളന്നതാണ്, പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചത്, ഒരു സവോള, ഇത്രയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് ഞെരടി കുഴച്ചെടുക്കണം, നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് വേണം നമുക്കിത് വേവിക്കാൻ. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിപ്പോൾ കുഴക്കാനൊക്കെ ആൾ വന്നിരിക്കുന്നത് മോനാണ്. അവന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ചെയ്യാൻ. അപ്പോൾ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് ഓടി വന്നതാണ്. ഞാനും ഓർത്തു ചെയ്യട്ടെ എന്ന്. അങ്ങനെ അത് കുഴച്ചിട്ട് നമുക്കിനി കുക്കറിലേക്കിട്ട് അത് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ അധികം വെള്ളം ചേർക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബീഫിൽ ഓൾറെഡി കുറച്ച് വെള്ളം ഉണ്ടാവും. അത് വേകുമ്പോൾ ആ വെള്ളം ഇറങ്ങി വരും. പിന്നെ നമുക്ക് ഫ്രൈക്കുള്ളതായതുകൊണ്ട് ഗ്രേവി അധികം വേണ്ടല്ലോ. അപ്പോൾ അത് കാരണം ഞാൻ ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ബീഫ് ഏകദേശം വെന്തിട്ടുണ്ട്, അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. പിന്നെ ഉണ്ടല്ലോ, നമുക്ക് ഈ ബീഫ് ഇങ്ങനെ കഴിക്കാം കേട്ടോ. ഇങ്ങനെ തന്നെ നമ്മൾ ഈ ബീഫ് ഉപ്പിലിട്ടോ എന്നൊക്കെ പറയില്ലേ, ഇതാണ് സംഭവം. അപ്പോൾ നമുക്കിതിങ്ങനെയും കഴിക്കാം. പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണിത്. ബ്രെഡ്, പുട്ട് അതുപോലുള്ള സാധനങ്ങളുടെയൊക്കെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ കാരണം നമ്മളിതിൽ അത്യാവശ്യ സാധനങ്ങളൊക്കെ ഇട്ട് തന്നെയാണല്ലോ വേവിച്ചിരിക്കുന്നത്, അതുകൊണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ലേ, കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ നമുക്കിനി ബീഫ് ഫ്രൈയുടെ പരിപാടിയിലേക്ക് കിടക്കാം. അതിന് ഞാനൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ പിന്നെ ചെയ്യാനുള്ളത് സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റണം. അപ്പോൾ പാൻ ഏകദേശം ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ഉള്ളി ഞാൻ സവോളയുടെ കൂടെ കുറച്ച് ചെറിയ ഉള്ളി, അതായത് നമ്മുടെ സാധാരണ ഉള്ളിയും കൂടെ ഞാൻ ചേർക്കും കേട്ടോ. അതൊരു നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ നമുക്ക്. ഈ ഫ്രൈ അല്ല, എന്ത് കറി വെച്ചാലും അതിൻ്റെ സവോളയുടെ കൂടെ നമ്മൾ ഉള്ളിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഉള്ളി മാത്രമായിട്ട് ഇട്ടാലും ടേസ്റ്റാണ്, എന്നാലും ഉള്ളി മാത്രമായിട്ടിട്ടാൽ നമുക്ക് ഒരുപാട് ഗ്രേവി പോലെയൊന്നും കിട്ടൂല. പക്ഷേ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഗ്രേവിയും കിട്ടും, ടേസ്റ്റും കിട്ടും. അപ്പം ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇടുന്നത് കേട്ടോ. ഉള്ളിയും സവോളയും കൂടെ മിക്സ് ചെയ്താണ് ഇടുന്നത്. അപ്പം ഞാൻ ഉള്ളി ഇട്ട് കൊടുത്തു, പച്ചമുളക്, വേപ്പില ഇട്ട് കൊടുത്തു, ഇപ്പോൾ സവോള ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. വെളുത്തുള്ളി, ഇഞ്ചി അതും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. ഇത് ഒരുപാടങ്ങ് വഴറ്റണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഡാർക്ക് ബ്രൗൺ ഒന്നും ആവണ്ട, ഒരു ലൈറ്റ് ബ്രൗൺ വരെയൊക്കെ വഴറ്റിയാൽ മതിയാവും. കാരണം നമുക്ക് ബീഫ് ഇട്ട് ഒരുപാട് പിന്നെയും വഴറ്റാനുള്ളതാണല്ലോ. ബീഫ് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാനുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് പിന്നെ ഇട്ട് വഴറ്റാനുള്ളത് കൊണ്ട് ഈ സവോളയൊക്കെ പിന്നെ അതിൻ്റെ കൂടെ കിടന്ന് നന്നായിട്ട് വഴറ്റി കിട്ടിക്കോളും. അപ്പോൾ ഇത് ഒത്തിരി വഴറ്റാതെ ഒരുവിധം അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറി ഒരു ലൈറ്റ് ബ്രൗൺ കളർ, ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗണൊക്കെ ആവുന്നവരെ ഒന്ന് വഴറ്റിയിട്ട് നമുക്ക് പൊടി ഐറ്റംസ് എല്ലാം ചേർത്ത് കൊടുക്കാം. ഇത് ഒരുവിധം പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് നമുക്ക് സവോള വഴറ്റി കിട്ടും കേട്ടോ. അതങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ഒരു ടേസ്റ്റും കൂടെ കിട്ടും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ നിങ്ങൾ ചെയ്യാറുണ്ടോ? എന്ത് കറി നമ്മൾ വെച്ചാലും ഇത് സവോള വഴറ്റുന്ന ടൈമിൽ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര, അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ പഞ്ചസാരയും രണ്ടും ചേർക്കണേ. അപ്പോൾ അത് രണ്ടും കൂടെ ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ കറിക്കൊക്കെ. അത് ഒരു നല്ല ടേസ്റ്റാണ്. അത് നിങ്ങൾ ചെയ്ത് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ ഒരു ടേസ്റ്റ് എന്താണെന്നുള്ളത്. നമുക്ക് മധുരമൊന്നുമല്ല, എന്നാൽ കാരണം 1/4 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ എന്ത് മധുരം ഉണ്ടാവാനോ. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. നമുക്ക് സവോളയൊക്കെ പെട്ടെന്ന് ഒരു മൊരിഞ്ഞ പോലെ കിട്ടുകയും ചെയ്യും. അത് അങ്ങനെയാണ് കേട്ടോ. അപ്പം അതൊന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ അതേ സവോളയൊക്കെ കുറേയൊക്കെ ഒരുവിധം നമുക്ക് വാടി കിട്ടിയിട്ടുണ്ട്.
പിന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങളുടെ കമൻ്റാണ് എൻ്റെ ഒരു പ്രചോദനം. അപ്പോൾ ഞാൻ പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു പുതിയ യൂട്യൂബറാണ്. ഇതിൽ എത്രത്തോളം പെർഫെക്ഷൻ ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ വീഡിയോ ഇടുന്നതിൽ അത്ര നല്ലതായിട്ടൊന്നും അല്ലാന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് പറയുവാണെങ്കിൽ എനിക്കതനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുത്താമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കമൻറ്റ് ഇടണമെന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. എന്നാലാണ് എനിക്കും ഒരു ഇത് തോന്നുന്നത്, ഇത് ചെയ്യണമെന്നൊക്കെയുള്ള. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ കമൻ്റ് ഇടണേ. ഇഷ്ടപ്പെടുന്നതും ഇല്ലെങ്കിൽ അതിൻ്റെ കാരണവും എല്ലാം എന്നാൽ മാത്രമല്ലേ എനിക്കറിയാൻ പറ്റുള്ളൂ. അപ്പോൾ സവോളയ്ക്ക് ഏകദേശം നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാറായി. അപ്പം നമുക്കിതിലേക്ക് ഇനി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടി, മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിൽ ചേർക്കുന്ന മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് കേട്ടോ. ഞാനിവിടെ അധികം നമ്മുടെ എരിവുള്ള മുളക് പൊടി അധികം യൂസ് ചെയ്യാറില്ല. കാരണം എനിക്ക് മോനുമൊക്കെ എരിവ് കുറച്ച് മതി. അപ്പോൾ അതുകൊണ്ട് കളറ് വേണം, പക്ഷേ എരിവ് വേണ്ട, അങ്ങനത്തെ ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാശ്മീരി ചില്ലിയാണ് ഞങ്ങളിവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് മുളക് പൊടി വാങ്ങി വെക്കും. അച്ചാറിടേണ്ട കൊണ്ട് മറ്റേ മുളക് പൊടി നമ്മുടെ നോർമൽ സാധാരണ മുളക് പൊടിയും വാങ്ങി വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഇപ്പം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് നന്നായിട്ട്, പിന്നെ ഗരം മസാല ഞാൻ തന്നെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാലയാണ് ഞാൻ കറികളിലേക്കൊക്കെ യൂസ് ചെയ്യുന്നത്. ഞാൻ പുറത്തുനിന്ന് മസാലപ്പൊടികളൊന്നും യൂസ് ചെയ്യാറില്ല. ഞാൻ തന്നെ പൊടിച്ച് വെച്ചിരിക്കുന്നത്. ഞാൻ അത് മാത്രമേ എൻ്റെ കറികളിലേക്ക് ഇടാറുള്ളൂ. പക്ഷേ നല്ല ടേസ്റ്റാണ് നമ്മുടെ കറിയെല്ലാം. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചു തരാം ഒരു ദിവസം. ഞാനതല്ലാതെ നമ്മുടെ പാക്കറ്റിൽ വരുന്ന മസാലയൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ. പിന്നെ അത്യാവശ്യം നമ്മുടെ കയ്യിലില്ലാത്ത ഒരവസ്ഥയൊക്കെ വന്നാൽ മാത്രമേ ഞാൻ മസാലപ്പൊടി പാക്കറ്റ് യൂസ് ചെയ്യാറുള്ളൂ. അല്ലാത്തപ്പോൾ മൊത്തം ഞാൻ എൻ്റെ ഈ ഗരം മസാല മാത്രമാണ് കേട്ടോ ഇടണേ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു ഹോംലി ഫുഡിൻ്റെ ഫീലിൽ നമുക്ക് ആ ഒരു നമ്മുടെ ഒരു ടേസ്റ്റിൽ കഴിക്കാൻ പറ്റും. മറ്റേതെന്ന് പറയുമ്പോൾ അവർ ഉണ്ടാക്കുന്ന മസാലയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാം ഇത് ഏകദേശം നമ്മുടെ സവോള എല്ലാം പൊടികളിട്ടതിന് ശേഷം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് വരട്ടി നല്ല ഫ്രൈ ആക്കി എടുക്കണേ. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഫ്രൈ കഴിക്കാനായിട്ട്. എൻ്റെ കയ്യിൽ തേങ്ങാക്കൊത്ത് ഇല്ലായിരുന്നു, അല്ലെങ്കിൽ ഞാൻ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തേനെ. അപ്പോൾ ഇത് നന്നായിട്ട് വരട്ടിയെടുക്കണേ. എന്നിട്ട് വേണം നമുക്ക് അത് ഫ്രൈ ആക്കാനായിട്ട്. ഞാൻ സംസാരിക്കുന്നതിൽ നല്ല ലാഗ് ഉണ്ടെന്ന് എനിക്കറിയാം. കാരണം ഇടയ്ക്ക് എനിക്ക് ശ്വാസം വിടാൻ ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് ഈ ഒരു പനി കാരണം. അതുകൊണ്ടാണ് കേട്ടോ ലാഗ് വരുന്നത്. ഞാനിന്നൊരു ലെങ്തി വീഡിയോ ഇടണമെന്ന് വിചാരിച്ചതല്ല, പക്ഷേ ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയതുകൊണ്ടാണ് ഞാൻ ലെങ്തി വീഡിയോ ഇടാമെന്ന് വെച്ചത്. അതല്ലെങ്കിൽ ഞാൻ ഷോർട്സ് ഇടാമെന്നാണ് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രൈ ആദ്യം നല്ല ഡ്രൈ ആക്കി എടുക്കണം. ആ വെള്ളം എല്ലാം വറ്റി നല്ല ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ. പിന്നെ ഈ ഫ്രൈ ഒക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു ഇതാണ് കേട്ടോ, വെളുത്തുള്ളിയും ഇഞ്ചി കുഴപ്പമില്ല, ഇഞ്ചി ചതച്ചിട്ടാലും കുഴപ്പമില്ല. പക്ഷേ
വെളുത്തുള്ളി അരിഞ്ഞിടുന്നതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എനിക്ക് ഈ ബീഫ് ഫ്രൈയിലത്തെ വെളുത്തുള്ളി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അത് ആ ഒരു എന്തോ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ആ വെളുത്തുള്ളിക്ക്. അപ്പോൾ അത് കാരണം ഞാൻ കൂടുതലും ബീഫ് ഫ്രൈ ഉണ്ടാക്കുമ്പോൾ വേവിക്കുമ്പോൾ ചതച്ചൊക്കെ ചേർക്കുമെങ്കിലും അല്ലെങ്കിൽ അരിഞ്ഞിട്ട് അതിൻ്റെ കൂടെ വേവിച്ചെടുക്കുമെങ്കിലും അത് കൂടാതെ ഞാൻ കുറച്ച് അരിഞ്ഞും കൂടെ ഇടും. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അരിഞ്ഞ് ഇട്ടിട്ട് അത് കഴിക്കാനായിട്ട്. പിന്നെ ഇതേ ബീഫ് ഫ്രൈ ഒരുവിധം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ആ പച്ച സവോള ഒരുവിധം വാടാത്തൊരു സവോള ഉണ്ടല്ലോ, അത് ഈ ബീഫ് ഫ്രൈയിൽ കിടക്കുമ്പോൾ കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കെന്നല്ല, ഇവിടെ ചേട്ടനും മോനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ നമ്മുടെ ഈ സവോള ഇങ്ങനെ കടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ സവോള അരിഞ്ഞിട്ടത്. നല്ല ടേസ്റ്റാണ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നമ്മുടെ ബീഫ് ഫ്രൈ ഇവിടെ ഏകദേശം റെഡിയായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിപ്പം ലാസ്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം എല്ലാം ആയിട്ടുണ്ട്. നമ്മൾ ആ സവാള ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് പിന്നെ ഇട്ട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ആ സവാള വഴറ്റി വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പം ഫ്രൈ ഏകദേശം നന്നായിട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി പരിപാടി ഇത് സെർവ് ചെയ്യാം. ലാസ്റ്റ് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കേണ്ട ഒരു ഭംഗിക്ക്. എന്നിട്ട് നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. തേങ്ങാക്കൊത്തും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു. തേങ്ങ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് തേങ്ങാക്കൊത്ത് ഇടാഞ്ഞത്. സാധാരണ ഞാൻ തേങ്ങാക്കൊത്ത് അരിഞ്ഞ് ചേർക്കുന്നതാണ് കേട്ടോ. അതും കൂടെ ഉണ്ടെങ്കിലേ ബീഫ് ഫ്രൈ ആ ഒരു കംപ്ലീറ്റ് ടേസ്റ്റിലേക്ക് വരുള്ളൂ. പക്ഷെ അതില്ലായിരുന്നു, അതുകൊണ്ടാണ് തേങ്ങാക്കൊത്ത് ഇടാൻ പറ്റാഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മുടെ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ.